അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കുറുമയാണ് തയ്യാറാക്കുന്നത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കുറുമ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ അധികം ചെറുതാക്കിയിട്ടല്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കന്നെ ചിക്കൻ വെന്ത് വരും. അപ്പോൾ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ച ശേഷം ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വന്നതിലേക്ക് ഒരു സവാളയുടെ പകുതി നല്ല കട്ടി കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കട്ടി കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇനി ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് കളർ മാറി വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഓയിൽ നിന്ന് മാറ്റിയ ശേഷം പിന്നെ ഈ ഓയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്നു വന്ന് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വന്നാൽ പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1.5 സവാളയാണുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് ആകെ എടുത്തുള്ളത് 2 സവാളയാണ്. അതിലൊരു പകുതി സവാളയാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 1.5 സവാളയാണിത്. ഇത് നമ്മൾ അത്ര കട്ടി കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കട്ടിയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുത്ത ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ സവാളയും നമുക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മുടെ കയ്യിൽ അധികം പഴുക്കാത്ത തക്കാളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ തക്കാളിയുടെ ആ ചുമപ്പ് കളറില്ലാതെ കറി കുറച്ചും കൂടി ഒരു വെള്ള കളറായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 8-10 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാല ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് അധികം വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി വന്ന ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. മസാലയൊക്കെ അരച്ചെടുത്ത ശേഷം പിന്നെ ഈ പാത്രം ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വന്നതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 5 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട. ഗരം മസാല പൊടിച്ചത് നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഗരം മസാല പൊടി ചേർക്കുന്നില്ല. ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറിക്ക് ഗരം മസാലയുടെ ഒരു കുത്തുന്ന ടേസ്റ്റ് വരില്ല. ഈ ഗരം മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നു തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് സമയം ഈ ഓയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം. ഈ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ കറി ഇപ്പോൾ നല്ല കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കുറുകിയ 1-ാം പാൽ തന്നെ വേണം എടുക്കാൻ. എന്നാലും നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ള പാകത്തിന് കുറുകിയ നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറിയായി കിട്ടുള്ളൂ. തേങ്ങാപ്പാലൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പിന്നെ ഇത് തിളക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് തിളക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇതിപ്പോൾ ഇത്രയും കുറുകിയാൽ മതി. ഇതൊന്ന് ഇരിക്കുമ്പോൾ നല്ല പാകത്തിന് കുറുകി വരും. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്ക് കറിയൊക്കെ നല്ല പാകത്തിന് കുറുകി വരും. എന്നിട്ട് നമ്മളിത് കഴിക്കാനെടുക്കുമ്പോൾ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ കറി മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയൊക്കെ ഇപ്പോൾ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചിക്കൻ കുറുമ തയ്യാറാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.